ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്ന എക്സാമിന് നിങ്ങൾ എന്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം? അതിൽ ഏറ്റവും മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇതിന്റെ ജോബ് പ്രൊഫൈൽ തന്നെയാണ്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടീച്ചിങ് പോസ്റ്റ് എന്ന് പറയുന്നത് സോഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് എന്ന് മാത്രമല്ല, വർക്ക് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബ് കൂടിയാണ് അല്ലേ. നമ്മൾ ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ പ്രഷറൈസ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നതിനേക്കാൾ എത്രയോ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ സാലറിയുടെ കേസിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു എൻട്രി ലെവൽ ബിടെക് ഗ്രാജുവേറ്റിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സാലറി എന്ന് പറയുന്നതായിരിക്കും ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ ലഭിക്കാൻ പോകുന്നത്. അത് കൂടാതെ ഇതൊരു ഗസറ്റഡ് പോസ്റ്റുമാണ്. അപ്പൊ ഇത്രയധികം മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ് ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ ഉള്ളത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ബിടെക്കാരനെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് പോസ്റ്റിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം എംടെക് ഒക്കെ ഉണ്ടെങ്കിലാണ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രൊഫസർ ആവാനൊക്കെ കഴിയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഒന്നും ക്ലാസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ബിടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ബിടെക് ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഇവിടുത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൈറ്റീരിയ ആണ്. അപ്പൊ നിങ്ങളൊരു ബിടെക് ഫസ്റ്റ് ക്ലാസ് ഉള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് പോളിടെക്നിക്കിൽ ലെക്ചർ ആവാനുള്ള അവസരമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇതിൽ ലഭിക്കാൻ പോകുന്ന സാലറി, അതേപോലെ തന്നെ ജോബ് പ്രൊഫൈൽ എങ്ങനെയായിരിക്കും, എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ജസ്റ്റ് ക്ലാസ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു പോളിടെക്നിക് ലെക്ചറിന്റെ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. സോ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അപ്പൊ ലെക്ചർ ഇൻ പോളിടെക്നിക് എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഗവൺമെന്റ് ജോബ് എന്നുള്ളതിനപ്പുറത്ത് ഇവിടെ ലഭിക്കാൻ പോകുന്ന ഒരു ഫിനാൻഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്. അതായത് ബിടെക്കാർക്ക് എൻട്രി ലെവലിൽ കിട്ടുന്ന ഏറ്റവും ഹയസ്റ്റ് സാലറിയാണ് ഇവിടെ കിട്ടുന്നത്. ഇത് കൂടാതെ ഇവിടെ നിങ്ങൾക്ക് വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് ബിടെക്കോട് കൂടിയാണ് ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾക്ക് സ്പോൺസേർഡ് ആയിട്ട് പഠിക്കാനുള്ള അവസരം ഉണ്ട്. അതായത് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, എംടെക്കിന് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഒരുപാട് അപ്സ്കില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. അത് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് അവിടെ നിങ്ങൾ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ കൂടിയാണ്. അതായത് നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റേത് എക്സാംസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമിന്റെ സിലബസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഏതൊരു ടെക്നിക്കൽ എക്സാമും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ലെക്ചർ ഇൻ പോളിടെക്നിക്കിലെ മാത്സ് ആയിക്കോട്ടെ, ബേസിക് എഞ്ചിനീയറിംഗ് സബ്ജക്ട് ആയിക്കോട്ടെ, കോർ സബ്ജക്ട് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സിലബസ് തന്നെയാണ് ഈ ഒരു ലെക്ചർ ഇൻ പോളിടെക്നിക്കിൽ വരുന്നത്. സിലബസ് കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുമ്പ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ്. ഇനി സാലറി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ സാലറി വരുന്നുണ്ട്. ഒന്ന് ലെവൽ 9 വരുന്നുണ്ട്, അതേപോലെ ലെവൽ 10 ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് ഫസ്റ്റ് ക്ലാസ് ആണ് ഈ എക്സാമിലേക്ക് എത്താനുള്ള യോഗ്യത എന്ന് ഞാൻ പറഞ്ഞു. അവിടെ എംടെക് ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ ബിടെക് മാത്രമുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലുള്ള ബിടെക് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ലെക്ചർ ലെവൽ 9A പോസ്റ്റിലേക്കായിരിക്കും വരുന്നുണ്ടാവുക. 56,100 ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സാലറി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക, ഈ സാലറി എന്ന് പറയുന്നത് എൻട്രി ലെവൽ സാലറി എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നിങ്ങളുടെ ഇൻഹാൻഡ് കിട്ടുക. ഇതിനോടൊപ്പം തന്നെ ഡിയർനെസ് അലവൻസും HRIയും മറ്റ് അലവൻസുകളും എല്ലാം കൂടി ചേരുന്ന സമയത്ത് ഈ 56,100 എന്ന് പറയുന്നത് 71,000 മുകളിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പൊ സാലറി വൈസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മികച്ച സാലറിയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്. ഇനി രണ്ടാമതൊരു ചാൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ബിടെക്കും എംടെക്കും ഉണ്ടെന്ന് വിചാരിക്കുക, ബിടെക് പ്ലസ് എംടെക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ബേസിക് പേ എന്ന് പറയുന്നത് 57,700 ആയിരിക്കും. അതായത് ഇവിടെ കിട്ടുന്ന ബേസിക് പേനെക്കാട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടി കൂടുതൽ സാലറിയാണ് ഇവിടെ ലഭിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ലെവൽ 10ൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. എക്സാമിൽ വേറെ അഡ്വാൻറ്റേജ് ഒന്നുമില്ല, എക്സാം ഒക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ എംടെക് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക്, എംടെക് ഓർ PhD ഉള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഈ ഒരു പാത്വേയിലായിരിക്കും സാലറി വരുന്നുണ്ടാവുക. സോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സാലറി ആർക്ക് കിട്ടുന്നുണ്ട്, എംടെക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. ഓക്കെ, സോ ഒരു ലെക്ചർ ഇൻ പോളിടെക്നിക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള പ്രൊമോഷൻ, നിങ്ങൾക്ക് സീനിയർ ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ HOD പോസ്റ്റിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പ്രൊമോഷൻ ആയിട്ട് ഈ HOD പോസ്റ്റിനോടൊപ്പം തന്നെ പ്രിൻസിപ്പാൾ ആവാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുകയാണ് അല്ലേ. അതായത് ഒരു നോർമൽ ഒരു സ്കൂൾ പ്രോസസ്സിൽ എങ്ങനെയാണോ പ്രൊമോഷൻസ് വരുന്നത് അതേപോലെയുള്ള പ്രൊമോഷൻ സാധ്യതകൾ ആ സമയത്തൊക്കെ സാലറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടുള്ള ഇൻക്രിമെന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ടീച്ചിങ് പോസ്റ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ്
നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് കേട്ടോ. അതായത് കേവലം ഒരു ടീച്ചർ എന്നുള്ളതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിൽ ഇൻക്ലൂഡഡ് ആവാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി, അതേപോലെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷന്, സ്പോൺസേർഡ് ഹയർ എഡ്യൂക്കേഷന് എന്ന് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളെ അപ്സ്കിൽ ചെയ്യാനും സൊസൈറ്റിയുമായിട്ടും ന്യൂ ജനറേഷനുമായിട്ടും ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യാനൊക്കെ ഉള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ലഭിക്കാൻ പോകുന്നത്, ലെക്ചർ ഇൻ പോളിടെക്നിക് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു ഗസറ്റഡ് പോസ്റ്റിലാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ജോലി ലഭിക്കാൻ പോകുന്നത്. സോ ലെക്ചർ ഇൻ പോളിടെക്നിക്കിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി എക്സ്പെക്ടഡ് ഡേറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കാണാം. അപ്പൊ എൻട്രിയുടെ ലെക്ചർ ഇൻ പോളിടെക്നിക് കോഴ്സസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പോസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കല്ലേ? നിങ്ങളൊരു ബിടെക് ഫസ്റ്റ് ക്ലാസ്സിലെ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങും. എൻട്രിയോടൊപ്പം പഠിച്ചു തുടങ്ങാൻ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.